ഇന്ത്യ വിരുദ്ധ നീക്കവുമായി വീണ്ടും മാലദ്വീപ്. ചൈനയിലേക്കുള്ള 5 ദിവസത്തെ ഉന്നത സംസ്ഥാന സന്ദർശനത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ശനിയാഴ്ച തന്റെ രാജ്യം ചെറുതായിരിക്കാം, എന്നാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് അവർക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ വിമർശനം നടത്തുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേരിൽ നിന്ന് പോലും ഇന്ത്യ ഒഴിവാക്കി മഹാസമുദ്രമെന്നും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആവർത്തിച്ചു പറഞ്ഞു. അത്രമാത്രം ഇന്ത്യ വിരോധം കുത്തിനിറച്ച ഇദ്ദേഹം ചൈനയിൽ നിന്നും എത്തുകയായിരുന്നു എന്നും അറിയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം നടത്തിയതിന് നേരത്തെ 3 മന്ത്രിമാരെ പുറത്താക്കിയിരുന്നു. എന്നാൽ മാലി പ്രസിഡന്റ് 5 ദിവസം ചൈനയിൽ പോയി വന്നപ്പോൾ പഴയ ആളല്ല, പുതിയ ഊർജം ലഭിച്ചിരിക്കുന്നു. ഇന്ത്യക്കെതിരെ പേര് പറയാതെ ആഞ്ഞടിക്കുകയായിരുന്നു. ഞങ്ങൾ ചെറുതായിരിക്കാം, പക്ഷേ ഇത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് നൽകുന്നില്ല. ചൈന അനുകൂല നേതാവായി കണക്കാക്കപ്പെടുന്ന മുയിസു ഒരു രാജ്യത്തിന്റെ പേര് പറയാതെ പറഞ്ഞു. ഈ സമുദ്രത്തിൽ നമുക്ക് ചെറിയ ദ്വീപുകളുണ്ട് എങ്കിലും 9 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ സാമ്പത്തിക മേഖലയാണ് നമുക്കുള്ളത്. ഈ സമുദ്രത്തിന്റെ ഏറ്റവും വലിയ വിഹിതമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് മാലദ്വീപ്. കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ സന്ദർശനത്തിന് ശേഷം ചൈനയിൽ നിന്ന് എത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ സമുദ്രം ഒരു പ്രത്യേക രാജ്യത്തിന്റേതല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തെ ലക്ഷ്യം വെച്ച് അദ്ദേഹം പറഞ്ഞു. ഈ ഇന്ത്യൻ മഹാസമുദ്രം അതിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആരുടെയും വീട്ടുമുറ്റത്തല്ല, ഞങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. അദ്ദേഹം പറഞ്ഞതായി മാലദ്വീപ് സൺ ഓൺലൈൻ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു. ചൈന സന്ദർശന വേളയിൽ മുയിസു പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തി. തുടർന്ന് ഇരു രാജ്യങ്ങളും 20 കരാറുകളിൽ ഒപ്പുവച്ചു. അവരുടെ പ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരസ്പരം ഉറച്ചു നിൽക്കുന്നത് തുടരാൻ ഇരുപക്ഷവും സമ്മതിക്കുന്നു. ചൈനയിലെ ഉന്നത നേതാക്കളുമായി മുയിസു നടത്തിയ ചർച്ചയുടെ അവസാനം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു, മാലദ്വീപിന്റെ ദേശീയ പരമാധികാരം, സ്വാതന്ത്ര്യം, ദേശീയ അന്തസ് എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന ശക്തമായി പിന്തുണയ്ക്കുന്നു. മാലദ്വീപിന്റെ ദേശീയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വികസന പാതയുടെ പര്യവേക്ഷണത്തെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മാലദ്വീപിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്നു. ഒരു രാജ്യത്തെയും പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. തന്റെ രാജ്യത്തിന് ചൈന $130 ബില്യൺ സഹായം അനുവദിച്ചതായി മാലിയിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ മുയിസു പറഞ്ഞു. ശനിയാഴ്ച മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാലിയിലെ റോഡുകളുടെ പുനർവികസനത്തിനായി $130 ദശലക്ഷം സഹായത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിക്കുമെന്നും മുയിസു പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം തലസ്ഥാന നഗരത്തിന്റെ മുൻ മേയറായിരുന്നു. അത് ഏകദേശം $130 മില്യൺ ഗ്രാന്റാണ്. ഇത് വികസന പദ്ധതികൾക്കായി ചിലവഴിക്കും. ഏറ്റവും വലിയ ചിലവ് മാലയിലെ റോഡുകളുടെ വികസനത്തിനായിരിക്കും, അദ്ദേഹം പറഞ്ഞതായി പ്രാദേശിക വാർത്താ പോർട്ടൽ സൺ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് ഷിയുടെ സംരംഭങ്ങളുമായി യോജിച്ചാൽ കൂടുതൽ വികസന പദ്ധതികൾക്ക് ബീജിംഗിൽ നിന്ന് മാലദ്വീപിന് പിന്തുണ ലഭിക്കുമെന്ന് മാലദ്വീപിലെ ചൈനീസ് അംബാസഡർ വാങ് ലിക്സിൻ പറഞ്ഞു. മാലദ്വീപും ചൈനയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് 3 പ്രധാന ഘടകങ്ങളുണ്ട് എന്ന് ചൈന സന്ദർശനത്തിൽ മുയിസുവിനെ അനുഗമിച്ച് വാങ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.